കാസർഗോഡ് ജില്ലയിലും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. 2021 അപേക്ഷിച്ച് 2021 5 മണ്ഡലങ്ങളിലും പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. പോളിംഗ് വർദ്ധിച്ചത് ഗുണമാകും എന്ന പ്രതീക്ഷയിലാണ് 3 മുന്നണികളുമുള്ളത്, അല്ലെങ്കിൽ അവർ അത്തരത്തിലാണ് പ്രതികരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് മുന്നണികൾ എങ്ങനെയാണ് കണക്കുകൂട്ടുന്നത്? അതിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് അവർക്ക്? കാസർഗോഡ് ജില്ലയിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിൽ ആകെയുള്ള അവസാനത്തെ കണക്ക് പുറത്തു വരുമ്പോൾ 80% പോകാനുള്ള സാധ്യതയാണുള്ളത്. ജില്ലയിലെ മറ്റ് 5 മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗ് ഉണ്ട്. 2021 പോളിംഗ് ഇതിനകം തന്നെ അതിന്റെ കണക്കുകൾ വർദ്ധിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ പല ഘടകങ്ങൾ അതിന് കാരണമായി എന്ന് പറയുന്നു. SAR ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഈ പോളിംഗ് വർദ്ധിക്കുന്നതിന് വേണ്ടി കാരണമായി എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ശക്തമായ പോളിംഗ് ആരെ ജില്ലയിൽ തുണക്കും, ഏത് മുന്നണിയെ തുണക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ്, മഞ്ചേശ്വരം മേഖലയിലൊക്കെ മണ്ഡലങ്ങളിലൊക്കെ ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വ്യത്യാസം പോളിംഗിലുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ അത്തരം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളിലൊക്കെ ശക്തമായ പോളിംഗ് ഉണ്ട്. അത് UDF വലിയ രീതിയിൽ ഇവിടെ ആനുകൂല്യം നൽകും, ജില്ലയിൽ ആനുകൂല്യം നൽകും എന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. എന്നാൽ ഇടതു ക്യാമ്പ് ഇതിനെ വിലയിരുത്തുന്നത് അവരുടെ വോട്ടുകൾ, അതായത് പ്രത്യേകിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ, അവർ 3 മണ്ഡലങ്ങളിൽ ഇപ്പോൾ നിലവിൽ അവരുടെ MLA ഉള്ള 3 മണ്ഡലങ്ങളുണ്ട്. ദുമ, അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട്. ഇവിടെയൊക്കെ കൃത്യമായി ഇടത് വോട്ടുകൾ നേരത്തെ തന്നെ രാവിലെ തന്നെ പോൾ ചെയ്യിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് ഇടത് വോട്ടിൽ ചോർച്ചയുണ്ടാവില്ല എന്ന് ഇടത് ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. BJPക്ക് ജില്ലയിൽ 2 A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. അത് കാസർഗോഡ് മഞ്ചേശ്വരത്തുമാണ്. അവിടെ അവരുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള വോട്ടുകൾ അവർക്ക് ലഭിക്കും. പോളിംഗ് വർദ്ധിച്ചത് അവർക്ക് അനുകൂലമാകും. അതിൽ ഒരു ആത്മവിശ്വാസമാണ് മുന്നണികൾക്കുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.